ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സാം ആയിരുന്നല്ലോ കഴിഞ്ഞ വീക്കെന്നല്ല നിനക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മൊത്തമായിട്ട് എക്സാം ആണെന്ന് പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത് എക്സാം ഉള്ളൊരു ദിവസം ഞാൻ കോളേജിലേക്ക് ഇച്ചിരി നേരത്തെ പോയായിരുന്നു. അപ്പോഴത്തേക്കും വേഗം ഒരുങ്ങിയതാണ്. എന്ന് വെച്ചാൽ സമയമില്ല. കാരണം സമയമില്ലാത്ത സമയത്ത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ റിവൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാപ്പ് എടുത്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് എന്താ പറയുക, എനിക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ എണീറ്റിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ നാപ്പ് എടുത്ത് എണീക്കുന്നു, പിന്നെയും കുറേ നേരം പഠിക്കുന്നു. പക്ഷേ നാപ്പ് എടുക്കും, കുറച്ച് നേരം പഠിക്കും, അരമണിക്കൂറോട്ട് പിന്നെയും തോന്നും നാപ്പ് എടുക്കാന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് നേരത്തെ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ ഓർത്ത് ഇച്ചിരി നേരത്തെ പോയതാണ്. അപ്പോൾ ഈ ഷർട്ട് നിങ്ങൾ കണ്ടു കാണും. ഈ ഷർട്ട് ആക്ച്വലി എൻ്റെ അമ്മയുടെ ഷർട്ടാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഇച്ചിരി ലൂസായിട്ടുള്ള ഷർട്ട്സ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നടക്കാൻ. ഭയങ്കര സമാധാനമല്ല. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച് വയറ് വീർത്താലും ഒന്നും കാണത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഹൈ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വയറിങ്ങനെ കാണത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് ഇങ്ങനത്തെ സിറ്റുവേഷനുകളിൽ അല്ലെങ്കിലും ജനറലി ആണെങ്കിലും എനിക്ക് ഇച്ചിരി ലൂസായിട്ടുള്ള ക്ലോത്ത്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ സൺകോട്ടിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ഞാൻ തേച്ചത്. അപ്പം സൺകോട്ടിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ തേച്ചത്. അതിന് ശേഷം പിന്നെ കൺസീലർ എൻ്റെ മുഖം മൊത്തമാണെങ്കിൽ ഒരാഴ്ച ഉറക്കം അത്ര ശരിയാവാത്തതുകൊണ്ട് ഫുൾ ഡാർക്ക് സർക്കിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ഉള്ളിലാണ്, എൻ്റെ കണ്ണ് കാണുന്നില്ല, ഉള്ളിൽ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ കുറച്ച് കൺസീലറൊക്കെ ഇട്ടാം, ആൾക്കാർ പേടിച്ച് പോകണ്ട ഓർത്തിട്ട് അങ്ങനെ കൺസീലർ ഇട്ടാണ്. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് മൊത്തം എന്താ പറയുക മിക്സ് ചെയ്യാറുള്ളത്. മിക്സ് ചെയ്യാൻ എന്തൊക്കെയൊക്കെയോ എൻ്റെ ദൈവമേ. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു സൈഡിലാണെങ്കിൽ എനിക്ക് ഫുൾ ഒരിങ്ങനെ ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു സണ്ണിൻ്റെ മുകളിൽ നിൽക്കണ്ട കേട്ടോ കുട്ടി എന്ന് പറഞ്ഞു, വെയിലത്ത് അധികം നിൽക്കണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ മാർക്ക് കൂടുമായിരിക്കും. എന്താണ് അതിൻ്റെ തിയറി എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അതിന് ശേഷം ഈ റെഡി ആവുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇടയ്ക്കിരുന്ന് പഠിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ റെഡി ആവുന്നതിൻ്റെ ഇടയ്ക്ക് എടുത്ത് നോക്കും കേട്ടോ. കാരണം ഞാനിങ്ങനെ റെഡി ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ആൻസർ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ആ ആൻസർ ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പം ടെൻഷൻ അടിച്ചിട്ട് നേരെ ബുക്ക് എടുത്ത് നോക്കും എന്താ ഞാൻ ഓർത്തതെന്ന്. എനിക്കങ്ങനെ ഫോട്ടോഗ്രാഫിക് മെമ്മറിയിലാണ് ഞാൻ പഠിക്കാറുള്ളത്. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എക്സാം എഴുതുന്ന സമയത്ത് എനിക്കെങ്ങനെ ഇത് വരും, ആ ബുക്കോ എഴുതിയേക്കുന്നൊക്കെ ഓർമ്മ വരും. അങ്ങനെ ഞാൻ ബേസിക്കലി എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ മനസ്സിലിങ്ങനെ കോപ്പി അടിച്ചാണ് എഴുതുന്നത്. കാരണം ബുക്ക് എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിന് ശേഷം എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഇച്ചിരി നമ്മൾ കുറച്ച് ഇതിടാമെന്ന് ഓർത്തു. കാരണം കുറച്ച് തിളങ്ങാട്ടൊക്കെ നിൽക്കട്ടെ, അങ്ങോട്ട് എക്സാം ആണെങ്കിൽ ആൾക്കാർ ഓർക്കട്ടെ കുറച്ച് തിളങ്ങി നിൽക്കുവാന്ന്. അങ്ങനെ ഇപ്പം ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്ക് നൈക്കയുടെ ചായ് 18 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതെല്ലാ സ്കിൻ ടോണിനും പോകാറുണ്ട്, പക്ഷേ ഓരോ സ്കിൻ ടോൺ ഓരോ രീതിയിലാണ് കളർ ഉണ്ടാവുക. കാരണം ഞാനൊരു വീറ്റിഷ് ബ്രൗൺ സ്കിന്നാണ്, എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് വീറ്റിഷാണ്. അപ്പോൾ എൻ്റെ ചുണ്ടിൽ ഇങ്ങനത്തെ ഒരു കളറാണ്. പക്ഷേ ഇച്ചിരി ഓൺ ദ ഫെയറർ സൈഡിലുള്ള ആൾക്കാർക്ക് വേറെ കളറായിരിക്കും. അതുപോലെ തന്നെ വേറെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വേറെ രീതിയിലായിരിക്കും കളർ വരുന്നുണ്ടാവുക. പക്ഷേ എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന നല്ലൊരു അടിപൊളി കളറാണ്. അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇടുന്നത് ഇത് ഒരു ഡാർക്ക് റെഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ബോൾഡ് കളേഴ്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് മനീഷ് മൽഹോത്രയുടെ നൈറ്റ് ഓറ എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടും. എൻ്റെ സ്കിൻ ടോണ് ചേരുന്ന ഒരു ടൈപ്പ് ഓഫ് നല്ലൊരു ഷെയ്ഡ് കിട്ടും. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കിങ്ങനത്തെ ബോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത കളർ ലിപ്സ്റ്റിക് ഒന്നും ഞാൻ ഇട്ട് നടക്കാറില്ല. ഇങ്ങനെ ഡാർക്ക് മെറൂൺ. അപ്പോൾ അതിന് ശേഷം ഇത് ഞാൻ പാൻറ്റ് കാണിക്കുന്ന കേട്ടോ. ഈ പാൻറ്റ് ഞാൻ കൊറിയൻ പാൻസാണ് ആക്ച്വലി. ഇത് ഞാൻ സൈറ്റിൽ നിന്നും വാങ്ങിയതല്ല. ഇവിടെ ജയനഗറിൽ റാൻഡമായിട്ടൊരു ഷോപ്പിൽ കയറി ഞാൻ നോക്കിയപ്പോൾ ഹൈ വേസ്റ്റ് അടിപൊളി കൊറിയൻ പാൻസ്. അപ്പോൾ ഞാൻ അത് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഓർത്തത് ഇത് പിന്നെ സാവരേ ജുംക കിരാരേ ജുംക കിരാ ഹായ് കഴിഞ്ഞു. അപ്പോൾ ആ ഷോയും കഴിഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ റെഡിയാവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് റെഡി ആവാറുള്ളത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ ഗ്രൂവ് ചെയ്യുന്നതാണ്, ഡാൻസ് ചെയ്യണമെന്നാണ്. അപ്പം പിന്നെന്താ, നമ്മുടെ സ്വന്തം ഐലൈനർ എനിക്കങ്ങനെ വരയ്ക്കാൻ വലിയ സമയം എടുക്കാറില്ല. വെറുതെ പെട്ടെന്ന് ഞാൻ എഴുതി തീരണം, അങ്ങനെ തെറ്റാറില്ല പൊതുവേ. പക്ഷേ ഞാനിങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കുന്ന സമയത്ത് തെറ്റാറുണ്ട്. കാരണം അതങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് നമ്മൾ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്ന സമയത്ത് അവർക്കത് ഫ്ലോപ്പ് ആവണം, അങ്ങനെയാണ് പൊതുവേ. പക്ഷേ ഇന്നെന്താ ഞാൻ നോക്കട്ടെ, വല്ല തെറ്റും പറ്റിയിട്ടുണ്ടോ നോക്കട്ടെ. ആക്ച്വലി ഇല്ല കേട്ടോ ഗേസ്, ഇന്ന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. എനിക്കും എല്ലാവർക്കും ഭാഗ്യമുണ്ട്. അങ്ങനെ അതിന് ശേഷം ഇപ്പം ഇതും കൂടെ ഇട്ടപ്പോഴത്തേക്ക് ഇച്ചിരി ഭംഗിയൊക്കെ തോന്നി. ഇനി നമ്മുടെ മുടിയാണ് നമ്മുടെ മെയിൻ. ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് മുടി ചീകാറില്ല എന്നൊക്കെ.
ഗൈസ് കേളി ഹെയർ ഉള്ള ആൾക്കാർക്കറിയാം മുടി ചീകാൻ പറ്റില്ല. മുടി ആകെക്കൂടെ കോമ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കുമല്ലോ, അങ്ങനെ ചെയ്യുന്ന സമയത്താണ് മുടി ഞാൻ കോമ്പ് ചെയ്യാറുള്ളത്. അല്ലാണ്ട് മുടി കോമ്പ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അമ്മയും എൻ്റെ ആൻറ്റിമാരൊക്കെ പറയും മുടി ഒന്ന് ചീക് ചിന്നു എന്തുവാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതാണ് ഞങ്ങളുടെ അവസ്ഥ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇന്ന് എൻ്റെ മുടി അത്ര രസത്തിലല്ലായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. അതിന് എന്നോട് സഹകരിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു തോന്നണില്ല. ആ ബാക്കിലൊരു ഞാലി ഇങ്ങനെ താന്ന് കിടക്കുന്നത് ഞാൻ കാണുന്നില്ല കേട്ടോ. കാരണം ഞാൻ പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് ബാക്കിൽ അങ്ങനെ ഒരു ഞാലി ഇങ്ങനെ താന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം എന്തായാലും മുടി അത്ര എന്താ പറയുക, ഇപ്പം കണ്ടില്ല മുന്നിൽ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. പക്ഷേ കേളി ഹെയറാണ് എൻ്റെ. ഇത് ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് എൻ്റെ മുടി ബിഹേവ് ചെയ്യാറുള്ളത്. ഇടയ്ക്ക് ഒരു തല്ലമണ്ട് അടിച്ച് പൊട്ടിക്കാൻ തോന്നും. പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ തന്നെ മുടിയാണല്ലോ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാൻ ഓർത്ത് ഹെയർ ബണ്ണ് കെട്ടാമെന്ന് ഓർത്തു. അങ്ങനെ ഹെയർ ബണ്ണ് കെട്ടാൻ ഞാൻ പറഞ്ഞല്ലോ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥയാണ്. ഹെയർ ബണ്ണ് കെട്ടാൻ വേണ്ടി ഞാൻ മാക്സിമം ടൈറ്റാക്കി നന്നായിട്ട് കെട്ടാൻ നോക്കിയപ്പോഴത്തേക്കും ആ ബാൻഡ് അങ്ങ് പൊട്ടിപ്പോയി ഗൈസ്. എന്നെ വിട്ടുപോയി. എന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആക്കിയിട്ടാണ് മിക്ക സമയത്തും ഈ ബണ്ണ് പോകാറുള്ളത്. അത് ആദ്യം കെട്ടിയിട്ട് റെഡിയാവാത്തതാണ്. രണ്ടാമത് ഞാൻ ഒന്നുകൂടെ ഊരി കെട്ടുമെന്ന് ചെയ്യും തോന്നുന്നു. ആ ഊരി കെട്ടുന്ന സമയത്താണ് ബാൻഡ് പൊട്ടിപ്പോകുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. കണ്ടോ ബാക്കിലാണ് ഞാലി അവിടെ കിടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇതാണ് അവസ്ഥ. അതിന് ശേഷം പിന്നെ ഇതിപ്പോൾ എന്താ ഞാൻ നോക്കുന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് മതി അത് തന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ കെട്ടിയത്. ഒരു രസത്തിൽ നിന്നില്ല. ആസ് യൂഷ്വൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും നല്ല രീതിയിലൊന്നും കിട്ടത്തില്ലല്ലോ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണിത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കറിയാവുന്ന എല്ലാവരും ഇങ്ങനെ തന്നെയാണ് മിക്കവരും കേട്ടോ. ഇനി പറയും ഞങ്ങൾ അങ്ങനെ അല്ല എന്നൊന്നും പറഞ്ഞ് വരണം മിക്കവരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ബാൻഡ് പൊട്ടുന്നത്. നല്ല ഐശ്വര്യത്തോടു കൂടി ഞാൻ മുടി ഒന്ന് കറക്കി അങ്ങോട്ട് കെട്ടി വെക്കാമെന്ന് ഓർക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം ബാൻഡ് പൊട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ ബാൻഡ് പൊട്ടിയതിന് ശേഷം ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരൊറ്റ സാധനം എന്താ പൊട്ടി അരേ വാ അട്ടിപ്പൊളി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ഒരു ഹെയർ ബണ്ണ് തപ്പിയിട്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഹെയർ ബണ്ണ് പോലും കാണുന്നില്ല. എൻ്റെ റൂംമേറ്റിൻ്റെയും കാണുന്നില്ല, എൻ്റെയും കാണുന്നില്ല, ആരുടെയും കാണുന്നില്ല. അപ്പോൾ പിന്നെ ഫൈനലി നമുക്ക് വേറൊരു വഴിയില്ല, ബാക്ക് ടു വെറുതെ ഇടുക നിലയ്ക്ക് തന്നെ പോകണം. അപ്പം ഞാൻ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് നനച്ച് പ്രേയിങ് ഹാൻഡ്സ് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ സ്ക്രഞ്ച് ചെയ്യുമല്ലോ, കുറച്ച് മുടി വൃത്തിക്ക് നിൽക്കട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ആൻഡ് വേറെ വഴിയില്ലായിരുന്നു. സൈഡ് തിരിച്ചിടണമെന്നുണ്ട്. പക്ഷേ സൈഡ് തിരിച്ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പൊങ്ങി ഇങ്ങനെ കിടക്കും സൈഡിലേക്ക്. അപ്പോൾ അതിങ്ങനെ കണ്ണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഡിസ്റ്റർബൻസ്. അപ്പോൾ ഞാൻ ഓർത്ത് അത് വേണ്ട എന്നുള്ളത്. അങ്ങനെ നമ്മൾ പ്രേയിങ് ഹാൻഡ്സ് ഒക്കെ വെച്ചിട്ട് ആസ് യൂഷ്വൽ എല്ലാവരും പറഞ്ഞാൽ ഒരേ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഗൈസ് നിങ്ങൾ മനസ്സിലാക്കണം. കേളി ഹെയർ സ്റ്റൈൽസ് പരീക്ഷിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ പരീക്ഷിച്ച് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കാറുണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ സ്വന്തം ഐ ഡി കാർഡ് ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ലേ. ഐ ഡി കാർഡ് ഒന്ന് മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിലിൽ കൊണ്ടിടും. അതുകൊണ്ട് തന്നെ ഐ ഡി കാർഡ് ഇടണം. ഐ ഡി കാർഡ് ഇട്ട് എൻ്റെ ഐ ഡി കാർഡിലെ മറ്റേ ഫോട്ടോ നിങ്ങൾ കാണാത്തതാണ് നല്ലത്. പക്ഷേ ഞാൻ യു ജിയിൽ വന്നതിനെക്കാട്ടും ഒരു 10 ഇരട്ടി നല്ല. യു ജിയിൽ ഞാനൊരുമാതിരി എലി പോലെ ഇരുന്നേ. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലൈറ്റൊന്നും അധികം ഇല്ല മുഖത്തേക്ക്. അപ്പോൾ ഇങ്ങനെ കാണുന്നുമില്ല, എൻ്റെ പല്ല് മാത്രം കാണാം ഇങ്ങനെ പുറത്തേക്ക്. അപ്പോൾ എൻ്റെ ഇങ്ങനെ നമ്മളങ്ങനെ ഫോട്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും കഴിഞ്ഞു ഞാൻ പോവാം, കോളേജിലേക്ക് പോവാം, പഠിക്കട്ടെ.